ഹായ് ഹലോ നമസ്കാരം. ടോക്സിക് ആയ പുരുഷന്മാർക്ക് ഡോക്ടറുടെ മേൽനോട്ടത്തിൽ ആയുർവേദ കഷായം കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായല്ലോ അല്ലേ? പറഞ്ഞിരിക്കുന്ന ആളാരാണെന്ന് അറിയത്തില്ലേ? KR മീര. ഭയങ്കര വലിയ എഴുത്തുകാരിയൊക്കെയാണ്, ബുദ്ധിജീവിയാണ്. തലയ്ക്കകത്തൂടെ ഇങ്ങനെ എന്താ പറയുക, നമ്മളുടെ സാധാരണ ആളുകൾക്ക് മനസ്സിലാകാത്ത ചിന്തകളൊക്കെ കടന്നു പോകുന്ന ഭയങ്കര വലിയ പുള്ളിയാണ്. ഇതുപോലെ നിറം മാറാൻ നമ്മുടെ നാട്ടിൽ ഓന്തിന് സാധിക്കുമോ? ഓന്ത് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നാണം കെട്ട് ഓടി ഒളിക്കും. സംഭവം എന്താണെന്ന് കുറച്ച് ആളുകൾക്കെങ്കിലും മനസ്സിലായി കാണുമല്ലോ അല്ലെ? കഴിഞ്ഞ ദിവസം സ്റ്റേജിൽ ഇരുന്നിട്ട് ഏതോ ഒരു പരിപാടിയുടെ ഏതോ ഒരാളുടെ മുന്നിൽ ഇരുന്ന് വെച്ച് കിണിച്ചുകൊണ്ട് കുറച്ച് ഡയലോഗ് അടിച്ചായിരുന്നു. നമ്മുടെ കഷായം ഗ്രീഷ്മേനെ താങ്ങിക്കൊണ്ട്. ഈ കേരള ഒട്ടാകെയുള്ള ആളുകൾ മുഴുവൻ ഈ കഷായത്തിനെതിരെ, അല്ലെ ഈ ഗ്രീഷ്മ കഷായത്തിനെ വെറുതെ വിട്ടത്, കഷായം ഒരുപാട് നല്ല സാധനമായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഈ ഗ്രീഷ്മയ്ക്കെതിരെ ഇത്രയധികം ആളുകൾ സംസാരിച്ചതിനിടയ്ക്ക് അവളെ താങ്ങിക്കൊണ്ട് ഡയലോഗ് അടിച്ചു. എന്നാ പറയുന്നതിൽ ഇച്ചിരി ന്യായം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. എന്തായാലും ആ പറഞ്ഞു ഒന്ന് കേട്ടു നോക്കി. എന്താണ് കഷായം ഒക്കെ കൊടുക്കേണ്ടി വന്നാ പോലും എന്ന് അല്ല, ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലാതായാൽ ചിലപ്പോൾ അവൾ കുറ്റവാളിയായി തീരും. ആ കുറ്റകൃത്യത്തിലേക്ക് അവളെ നയിക്കാതിരിക്കുക എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാം തികഞ്ഞ കാമുകന്റെ കടമയും കർത്തവ്യവുമാണ്. ഈ ബന്ധങ്ങൾ ഒഴിയാനായിട്ട് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എല്ലാവർക്കും അവകാശമുണ്ട്. അതിനുശേഷം ബുദ്ധിമുട്ടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങ് തട്ടിയേക്കണം അല്ലേ? എന്ത് നല്ല ന്യായമാണ് നിങ്ങൾ പറഞ്ഞത്. നമ്മുടെ നാട്ടില് നിയമവും നിയമവ്യവസ്ഥയൊക്കെ ഉണ്ടെന്നുള്ള ഒരു ബോധമെങ്കിലും നിങ്ങൾക്കുണ്ടോ? അതോ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്ന ആൺകുട്ടികളെ മാത്രം തട്ടിയാൽ മതിയോ? തിരിച്ചായാലോ? അപ്പോ നിങ്ങളുടെ ഫെമിനിസ്റ്റ് ചിന്താഗതി ഉയർന്നു പൊങ്ങി വരുമല്ലോ. പക്ഷെ എന്നാലും ഈ പറഞ്ഞ വാക്ക് മാറ്റി പറയാൻ ഇത്രയ്ക്ക് ഉളുപ്പില്ലാത്തവരായി പോയോ ഈ സാഹിത്യകാരന്മാര്? എല്ലാരെയും ഒന്നും ഉൾപ്പെടുന്നില്ല, ഇതുപോലത്തെ കുറച്ച് വാണങ്ങളുണ്ട്. രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ഒരാള് പുരുഷ കമ്മീഷന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ ആ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെതിരെ ഒരു കേസ് ഫയൽ ചെയ്തപ്പോഴത്തേന് പേടിച്ചു പോയോ നിങ്ങള്? അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുകയാണ്. മലയാളത്തിൽ പറഞ്ഞ മലയാളികളായിട്ടുള്ള എല്ലാ ആളുകൾക്കും മനസ്സിലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ ദിവസങ്ങളുടെ 2 ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് നിങ്ങൾ ഇത്രയധികം വളച്ചൊടിച്ചുകൊണ്ട്, ഏത് ഡോക്ടറായി ഈ ആയുർവേദ കഷായമൊക്കെ ടോക്സിക് ആയിട്ടുള്ള ആളുകളുടെ അസുഖം മാറാനായിട്ട് കൊടുക്കാനായിട്ട് നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? അത് നിങ്ങൾ ഈ എഴുതുന്ന കവിതകൾ പോലെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഏതെങ്കിലും ഭാഷയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടൊന്നും അല്ല പ്രേമം നടക്കുന്നതോ അല്ലെങ്കിൽ പെണ്ണ് തേച്ചിട്ട് പോകുന്നത്. പെണ്ണാ ഏറ്റവും കൂടുതൽ ആണുങ്ങളെ തേച്ചിട്ട് പോയിട്ടുള്ളത്. ആ ചെറുക്കൻ അത്രയധികം നന്നായിട്ട് സ്നേഹിച്ചത് കൊണ്ടാണ് ആ 10-15 ദിവസം ഉള്ളിലുള്ള എല്ലാ അവയവങ്ങളും കരിഞ്ഞ് വെള്ളം പോലും ഇറക്കാൻ പറ്റാതിരുന്നിട്ട് സമയത്ത് പോലും ഈ പെണ്ണിനെതിരെ ഒരു അക്ഷരം സംസാരിക്കാതിരുന്നത്. അത്രയധികം സ്നേഹമുള്ള ഒരുത്തനെ ഇല്ലാണ്ടാക്കിയിട്ടും നിങ്ങൾ അവളോട് എന്തിനാണ് ഈ സിമ്പതി എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോഴും കുറെ ആളുകളുണ്ട് അവളെ ഭയങ്കരമായിട്ട് താങ്ങിക്കൊണ്ട് നടക്കുന്നത്. അവൾ അത്രയ്ക്ക് പുണ്യാളത്തി ആയിരുന്നു, എനിക്കറിയാൻ പാടില്ല കേട്ടോ. എല്ലാരും പറഞ്ഞു അവൻ ശല്യം ചെയ്തു. അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കാൻ പാടില്ലായിരുന്നോ? ഈ ഗൂഗിൾ എല്ലാം തപ്പി എങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലാം, എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാന്ന് പറഞ്ഞ് തപ്പി നടന്ന സമയത്ത് ഇവൾക്കൊരു കേസ് കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ? ഇല്ലെങ്കിൽ അവളുടെ വീട്ടിൽ വന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഇതെല്ലാം? അതൊന്നുമല്ല, കൊല്ലുന്നതാണ് ഏറ്റവും നല്ല മാർഗം അല്ലേ? കഷ്ടം തന്നെ ചേച്ചി. മീര ഓർത്തു വെക്കണം. അവരുടെ പുസ്തകമോ സാധനം കണ്ടു കഴിഞ്ഞാൽ ആ ഭാഗത്തോട്ട് പോലും തിരിഞ്ഞു നോക്കരുത്. ആ പേര് ഓർത്തു വെക്കണം എല്ലാവരും.